ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ലെഗിങ്സിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഒരു ചെറിയൊരു ലീവ്സും ഫ്ലവറും വെച്ചുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈന്. നമുക്കിത് ഞാനിത് മോളുടെ ഡ്രസ്സിലാണ് ചെയ്യുന്നത്. നമുക്കിത് വലിയവരുടെ ഡ്രസ്സിലും നമുക്കിതുപോലെ തന്നെ സെയിം പാറ്റേണിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ ഡിസൈൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് 3 ലൈൻ വരുന്നുണ്ട്. ഒരെണ്ണം ഏറ്റവും നടുക്കുള്ളത് ഒരു അല്പം പൊങ്ങി നിൽക്കും. അതിന് താഴെയായിട്ട് അതിൽ നീളം കുറവിൽ 2 എണ്ണം. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാൻ ലീവ്സിലും സ്റ്റെമ്മും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇത്രയും സ്മോൾ ആയതുകൊണ്ട് എനിക്ക് ഫ്രെയിം വെച്ച് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളിത് വലിയ ആൾക്കാരുടെയൊക്കെ ചെയ്യുമ്പോൾ ഫ്രെയിം വെച്ച്, ചെറിയ ഫ്രെയിം നമുക്ക് മേടിക്കാൻ കിട്ടും. ആ ഫ്രെയിം വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും. ഞാൻ ആദ്യം ഇതിൽ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ വേറൊരു സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ആദ്യം സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നിടവിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ അതിലെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. ഇവിടെ കൊണ്ടുവന്ന് ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്ക് അത് മുകളിലോട്ട് കുത്തിയെടുക്കുക. മുകളിലോട്ട് കുത്തിയെടുത്തിട്ട് ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തയ്ച്ച ഇതിൻ്റെ എല്ലാത്തിൻ്റെ അകത്തൂടെ ഇങ്ങനെ അകത്തൂടെ വലിച്ചെടുക്കുക. അപ്പം നമ്മുടെ ഈ ഗ്യാപ്പെല്ലാം ഫില്ലായിട്ട് നല്ല നീറ്റായിട്ടൊരു ഡിസൈന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് കുത്തിയെടുത്ത 2 സൈഡിലുമായിട്ട് ലീവ്സ് സ്റ്റിച്ച് ചെയ്യണം. ലീവ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇങ്ങനെ കുത്തിയെടുക്കുക. നമുക്ക് വേണ്ടിയ വലിപ്പത്തിൽ ലീവ്സ് എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വട്ടത്തിൽ ഈ നീഡിലിൻ്റെ താഴ്ഭാഗത്തൂടെ ഇങ്ങനെ വളച്ചെടുക്കുക. വളച്ചെടുത്തിട്ട് താഴോട്ട് കുത്തുക. നമുക്ക് അടുത്ത സൈഡിലോട്ടാണ് വരേണ്ടത്. അന്നേരപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്കാണ് തിരിച്ചു കുത്തുന്നത്. ഇനി അടുത്ത സൈഡിൽ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ 2 സൈഡ് ഫുള്ള് ഫില്ല് ചെയ്ത് നമ്മൾ ലീവ്സ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഫ്ലവർ വരുന്നുണ്ട്. ഫ്ലവർ ഞാൻ ബ്ലൂ കളർ ഒരു ഫ്ലവറാണ് കൊടുക്കുന്നത്. അതും ഈ ലേസി ഡേസി സ്റ്റിച്ച് കൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്നു. ഓരോ പ്രാവശ്യം കുത്തിയെടുത്തിട്ട് ഈ കറക്റ്റ് ഈ നടുഭാഗത്തായിട്ട് വന്നിട്ട് അടുത്ത പെറ്റൽ
നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി 2 സൈഡും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ 3 എണ്ണവും തയ്ച്ച് വെച്ചിട്ടുണ്ട്. നടുക്കുള്ളത് ഒരല്പം കയറി നിൽക്കുന്നത് പോലെ. ഇങ്ങനെ നമുക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ വീതിക്കനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഈ ലൈൻസിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.